വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്ന് പറയാൻ വേണ്ടി പോകുന്നത് ഒരു തെലുങ്കു സിനിമയുടെ റിവ്യൂ ആണ് പറയാൻ വേണ്ടി പോകുന്നത്. അതായത് ഡാക്കു മഹാരാജ് എന്ന് പറഞ്ഞ ഒരു തെലുങ്കു സിനിമയുടെ റിവ്യൂ ആണ് പറയാൻ വേണ്ടി പോകുന്നത്. ബോബി കോലി ആണ് ഈ സിനിമ ഡയറക്ഷൻ ചെയ്തിരിക്കുന്ന. നന്ദമൂരി ബാലകൃഷ്ണ എന്നറിയപ്പെടുന്ന നമ്മുടെ ആക്ഷൻ ഹീറോ ബാലയ്യാണ് പ്രധാനപ്പെട്ട ഹീറോ വേഷം കാര്യങ്ങൾ ചെയ്യുന്നത്. പിന്നെ ബോബി ഡിയോൾ, ഉർവശി റത്തൂല, ശ്രദ്ധ ശ്രീനിവാസ്, വേദ അഗർവാൾ എന്നൊരു കുട്ടി ബാലതാരം ചെയ്യുന്നുണ്ട്. പിന്നെ സച്ചിൻ കദേക്കർ, പ്രവീണ, ഷൈം ടോം ചാക്കോ, പ്രഗ്യ ജയ്സ്വാൾ എന്നിവരൊക്കെയാണ് ഒരു പ്രധാനപ്പെട്ട വേഷങ്ങളായി വരുന്നത്. ഈ സിനിമയെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ പക്ക ഒരു ബാലയ്യ സംഭവം, ഒരു ആക്ഷൻ പാക്ക് സിനിമയും കാര്യങ്ങളൊക്കെ. ബാലയ്യ നമുക്കറിയാം, ഈ ഇടക്കാലം വെച്ചാണ് പുള്ളിക്കാരൻ നല്ല സിനിമയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി തുടങ്ങിയത്. നല്ല സ്ക്രിപ്റ്റ് സെലക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് പുള്ളി വേറെ ലെവലിപ്പായി വന്നിരിക്കുന്ന ഒരു ഹീറോയാണ് ബാലയ്യ. പണ്ട് ട്രോളുകൾ കിട്ടാൻ വേണ്ടി മാത്രമാണ് ഈ പുള്ളിക്കാരൻ സിനിമ ചെയ്യുന്നത്. ഏത് സിനിമ ചെയ്താലും ട്രോള് അത് കുറേ കത്തി ഫൈറ്റ്, പിന്നെ കുറേ ഓവർ മാസ് ഡയലോഗ്, ഈ കാര്യങ്ങളൊക്കെ വെച്ച് ട്രോളാൻ വേണ്ടി മാത്രം സിനിമ ചെയ്യുന്ന ബാലയ്യ ഇന്ന് കിടിലൻ പടങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. അതിനൊറ്റ കാരണം ഇദ്ദേഹത്തിൻ്റെ മകളാണ്. ഇദ്ദേഹത്തിൻ്റെ മകൾ എടുക്കുന്ന കുറേ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെയാണ് പുള്ളിക്കാരൻ ഇപ്പോൾ ചെയ്യുന്നത്. ആ ഒരു സ്ക്രിപ്റ്റ് സെലക്ഷനും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ബാലയ്യയുടെ നല്ല പടങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റി എന്ന് പറയാൻ വേണ്ടി പറ്റും. ആ ഒരു കാര്യം വെച്ചാണ് ഡാക്കു മഹാരാജും ആ ഒരു കാറ്റഗറിയിൽ പെടുന്ന സിനിമയാണ്. പക്ക ഒരു ബാലയ്യ ആക്ഷൻ സിനിമയാണ് ഡാക്കു മഹാരാജ്. ഗംഭീരമായിട്ടുണ്ട്. കുറേ പഞ്ച് ഡയലോഗുണ്ട്. അത് നല്ല രീതിക്ക് പഞ്ച് ഡയലോഗ്, ഫൈറ്റ് സീക്വൻസ്, പിന്നെ അഭിനയം എന്ന രീതിക്ക് ബാലയ്യ നമുക്ക് നന്നായിട്ട് ഇവിടെ പ്ലേസ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി സംവിധായകൻ ബോബി കോലിക്ക് പറ്റിയാണെങ്കിൽ പറയാൻ വേണ്ടി പറ്റും. പിന്നെ പറയേണ്ടത് നമ്മുടെ ബോബി ഡിയോളിൻ്റെ പെർഫോമൻസാണ്. പുള്ളി ഒരു ടെറർ വില്ലനാണ്. ആ ഒരു ടക്കൂർ ഫാമിലി എന്ന് പറഞ്ഞ അതിലുള്ള എല്ലാ മെമ്പേഴ്സും ഒരു ടെററായിട്ട് നിൽക്കുന്ന നായകനോടൊപ്പം കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ആൾക്കാരാണ് ഈ ഒരു ടക്കൂർ ഫാമിലി എന്ന് പറഞ്ഞ അവരെല്ലാവരും അതേ കണക്ക് തന്നെയാണ് നിൽക്കുന്നത്. ആ ഒരു കോമ്പിനേഷൻ സീൻ കാണാനൊക്കെ പെർഫെക്റ്റ് ആണ്. അവരുടെ ഒരു വില്ലൻ ഹീറോ എന്നുള്ള ഒരു ചലഞ്ചിങ്ങും കാര്യങ്ങളൊക്കെ ഒരു പെർഫെക്റ്റ് സ്ക്രീനിൽ കൊണ്ടുവരാൻ വേണ്ടി പറ്റി. പിന്നെ പറയേണ്ടത് ശ്രദ്ധ ശ്രീനിവാസിൻ്റെ ഒരു പെർഫോമൻസാണ്. ശ്രദ്ധ ശ്രീനിവാസ് ഈ സിനിമയിൽ ഏറ്റവും മികച്ച ഒരു കഥാപാത്രമാണ്. ഈ സ്റ്റോറി എലമെൻറ്റിന് ചേർന്ന ഒരു കഥാപാത്രവും പെർഫോമൻസാണ് ശ്രദ്ധ ശ്രീനിവാസ് ഈ സിനിമയിൽ ചെയ്തിരിക്കുന്നത്. ആ ഒരു കഥാപാത്ര മുഖാന്തരം കുറേ ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഈ സിനിമയിലുണ്ട്. പിന്നെ കഥയിലുടനീളം കുറേ ട്വിസ്റ്റൊക്കെ ഉണ്ട്. ഓരോ സറൗണ്ടിങ്സിലും കറങ്ങി ഒരു ട്വിസ്റ്റ് ബൈ ട്വിസ്റ്റായിട്ടാണ് പൊട്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ ഒരു സിനിമയുടെ ഒരു വഴിത്തിരിവായി നിൽക്കുന്നത് ഒരു സ്റ്റോറി എലമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന വേദ അഗർവാൾ എന്ന് പറഞ്ഞ ഒരു കുട്ടിയുടെ ഒരു പ്രസൻസിൽ കൂടെയാണ് ഈ ഒരു സ്റ്റോറി ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ഗംഭീരമായി തന്നെ കൊണ്ടുവരാൻ വേണ്ടി പറ്റി എന്ന് വേണമെങ്കിൽ പറയാൻ വേണ്ടി പറ്റി. പ്രഗ്യ ജയ്സ്വാളിൻ്റെ പെർഫോമൻസ് നമ്മളിവിടെ സൂചിപ്പിക്കട്ടെ. നല്ലൊരു അഭിനയം കാഴ്ചവെക്കേണ്ട പ്രഗ്യ ജയ്സ്വാളിനോട് പറ്റി ആ ഒരു കാര്യങ്ങളെ വെച്ച്. പിന്നെ ബോബി ഡിയോളിലേക്ക് മാത്രം നോക്കിക്കഴിഞ്ഞാൽ പുള്ളി ഒരു ടെറർ വില്ലനാണ് ഇതിനകത്ത്. പക്ക മാസ്സായിട്ടുള്ള ഒരു ക്രൂവൽ വില്ലൻ. അദ്ദേഹം നമ്മളിപ്പോൾ ഈ ഒരു ആനിമൽ ആയിരുന്നാലും ടക്കു മഹാരാജ് ആയിരുന്നാലും അദ്ദേഹത്തിൻ്റെ ഒരു കംബാക്ക് നന്നായിട്ട് തന്നെ അദ്ദേഹം ഈ സിനിമ ഫീൽഡ് ചെയ്യുന്നുണ്ട്. നല്ലൊരു മികച്ച വില്ലൻ കഥാപാത്രങ്ങൾ ചെയ്ത് പുള്ളി വേറെ ലെവലിലേക്ക് മാറുന്നുണ്ട്. ഈ സിനിമയിലും ഒരു വില്ലനിസം പെർഫെക്റ്റോട് കൂടി തന്നെ നമുക്ക് ഈ ഒരു ബോബി ഡിയോൾ നമുക്ക് ഇവിടെ കാണിച്ചു. അത് ഗംഭീരമായൊരു പെർഫോമൻസാണ്. പിന്നെ ഈ ബാലയ്യനെ പറ്റി പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറേ ട്രോളും കാര്യങ്ങളൊക്കെ ഏറ്റുപിടിക്കാൻ വേണ്ടി മാത്രം സിനിമ ചെയ്ത ബാലയ്യ, അദ്ദേഹത്തിൻ്റെ ഒരു ഫൈറ്റ് സീക്വൻസ് ഓവർ മാസും കത്തി ഫൈറ്റിങ് എല്ലാം കൊണ്ടാണ് ഇത്രയും ട്രോള് കിട്ടുക. പക്ഷെ ഇതിനകത്ത് കറക്റ്റ് രീതിക്കുള്ള ഒരു പെർഫെക്റ്റ് ഫൈറ്റ് സീക്വൻസും മാസ് എലമെൻറ്റ്, മാസ് ഡയലോഗുകളും ഒക്കെ അദ്ദേഹത്തിന് കൊടുക്കേണ്ട സ്ഥാനത്ത് തന്നെയാണ് പ്ലേസ്മെൻറ്റ് വെച്ചിരിക്കുന്നത്. ഒന്നും പറയാനില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം പെർഫെക്റ്റോട് തന്നെ ഈ ഒരു ഫൈറ്റ് സീക്വൻസും കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാൻ വേണ്ടി പറ്റും. അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ബോബി കോലി എന്ന് പറഞ്ഞ സംവിധായകൻ അറിഞ്ഞു തന്നെയാണ് ഈ സിനിമയുടെ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ ബാലയ്ക്ക് കൊടുത്തിരിക്കുന്നത്. പിന്നെ ബാലയ്യ അല്ലാതെ ഈ സിനിമ വേറെ ആർക്കും ചെയ്യാൻ വേണ്ടി പറ്റില്ല. കാരണം മഹാരാജ് എന്ന് പറഞ്ഞ ഒരു സാങ്കല്പിക കഥാപാത്രമുണ്ട് ഇതിനകത്ത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഗെറ്റപ്പ്, അദ്ദേഹം ആ ഒരു കുതിരപ്പുറത്തൊക്കെ വരുന്ന ഒരു രംഗമുണ്ടല്ലോ, അതൊക്കെ ഒരു മറ്റ് ഹീറോ നമുക്കവിടെ ചിന്തിക്കാനേ പറ്റില്ല. അതിന് ഈ ഒരു ടൈറ്റിൽ കഥാപാത്രവും ഈ ഒരു സ്റ്റോറിയും വെച്ച് ഇദ്ദേഹത്തെ തന്നെ ചെയ്യാൻ വേണ്ടി പറ്റിയ സിനിമയായിരുന്നു ഡാക്കു മഹാരാജ് എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമയ്ക്ക് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര പ്രമോഷനും നല്ല ഒരു അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇപ്പോൾ അതിനെപ്പറ്റി. അതായത് ഇതിൻ്റെ ഒരു സ്റ്റോറി എലമെൻറ്റും അഭിനയവും ബാലയ്യയുടെ പെർഫോമൻസും എല്ലാം കൂടെ ഉൾപ്പെടുത്തി ജനങ്ങൾ നല്ല ഒരു ഒപ്പീനിയനും കാര്യങ്ങളൊക്കെ ഈ ഒരു സിനിമയ്ക്ക് പറയുന്നുണ്ട്. അതേപോലെ തന്നെയാണ് സിനിമ കണ്ട സമയത്ത് എനിക്ക് തോന്നിയത്. ഒരു പെർഫെക്റ്റ് പടം, അതായത് നല്ലൊരു ആക്ഷൻ പാക്ക് സ്റ്റോറി എലമെൻ്റൊക്കെ ഉള്ള ഒരു പഞ്ച് ഡയലോഗും അത്യാവശ്യമുള്ള ഒരു വില്ലൻ ഹീറോ ചലഞ്ചും കാര്യങ്ങളും പിന്നെ ഫാമിലി സെൻറ്റിമെൻറ്റ്സ്, ആ രീതിക്കുള്ള ഒരു സ്റ്റോറി എലമെൻറ്റൊക്കെ. പിന്നെ ഉർവശി റത്തൂലയെ പറ്റി പറയുകയാണെങ്കിൽ ആ ഒരു കഥാപാത്രത്തിന് ഒരു
പെർഫോമൻസ് ചെയ്യാൻ ഒരു ഇതില്ല. അത് അധികം ഒരു പ്രധാനപ്പെട്ട കഥാപാത്രമൊന്നും പറയാൻ വേണ്ടി പറ്റില്ല. ഏതാണ്ട് ആ ഒരു പാട്ടിന് വേണ്ടി മാത്രം കൊണ്ടുവന്നതാകാം എന്ന് മാത്രം തോന്നിയിട്ടുള്ളൂ. അത്രയ്ക്കൊരു പെർഫോമൻസ് ഉർവശി റത്തൂലിക്ക് ഇവിടെ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല. അതൊരു നെഗറ്റീവായിപ്പോയി. എന്തെങ്കിലും ഒരു മികച്ച റോള് കൊടുക്കാൻ വേണ്ടി ആകുമായിരുന്നു. കാരണം ആ ഒരു പാട്ടാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രമോഷനായിട്ട് മാറിയത്. അപ്പോൾ ഒരു കഥാപാത്രത്തിനൊരു പ്ലേസ്മെൻറ്റ് രീതിക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ വേണ്ടി പറ്റും എന്നുള്ള കാര്യം മാത്രമേ പറയാൻ വേണ്ടി പറ്റും. ഓവറോൾ നോക്കുകയാണെങ്കിൽ ഗംഭീരമായൊരു പടം. പിന്നെ ഷൈൻ ടോം ചാക്കോ ഒരു റോൾ ചെയ്യുന്നതിനകത്ത്, ഷൈൻ ടോം ചാക്കോയെ പറ്റി പറഞ്ഞാൽ അത്യാവശ്യം ഡീസൻ്റുള്ളൊരു കഥാപാത്രം. ഇവിടുത്തെ മലയാളത്തിലെ പോലത്തെ ഒരു വൈബ്രേഷനും കാരണം അവിടെ കാണിച്ചില്ല. അദ്ദേഹം നല്ലൊരു പോലീസ് ഓഫീസർ എന്ന രീതിക്ക് തന്നെയാണ് ചെയ്തത്. പിന്നെ ഈ സിനിമ കണ്ടപ്പോഴാണ് എനിക്ക് മറ്റൊരു കാര്യം തോന്നി. ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഹാഫിലെ ചെറിയ ഒരു സ്റ്റോറി എലമെൻറ്റ് നമ്മുടെ ലോകേഷ് കനകരാജ് എടുത്ത വിക്രം എന്ന് പറഞ്ഞ സിനിമയായിട്ടുള്ള ഒരു ചെറിയ സാമ്യമാണ് എനിക്ക് തോന്നിപ്പോയി. അതായത് ഫഹദ് ഫാസിലെ ഒരു ഇൻവെസ്റ്റിഗേഷനായിട്ട് കമൽഹാസൻ്റെ പുറകെ പോകുന്ന പോലെയാണ് ഷൈൻ ടോം ചാക്കോ ഓരോ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് പോകുന്നത്. പിന്നെ ആ ഒരു കുട്ടി ഈ ബാലയ്യുള്ള സെൻറ്റിമെൻറ്റ് കണ്ട സമയത്തിൽ കമൽഹാസനും ആ ഒരു കുട്ടി നമ്മളുടെ ഒരു ബോണ്ടിങ്ങിൻ്റെ ആ ഒരു സ്റ്റോറി എലമെൻറ്റ് പോലെ എനിക്ക് തോന്നിപ്പോയി. ആ ഒരു മൈന്യൂട്ട് കാര്യങ്ങൾ മാത്രം നമ്മുടെ ഒരു വിക്രം സിനിമയായിട്ടുള്ള ഒരു സാമ്യങ്ങൾ എനിക്ക് തോന്നിപ്പോയി. പിന്നെ പറയുകയാണെങ്കിൽ ഈ സിനിമ ഒരു ഗംഭീരമായ ഒരു മാസ് സിനിമയാണ്. പെർഫെക്റ്റായിട്ട് തന്നെ ഇത് ബാലയെ ചെയ്തെന്നെങ്കിൽ പറയാൻ വേണ്ടി പറ്റും. അദ്ദേഹത്തിന് ഇതിങ്ങനെ സിനിമ ചെയ്യാൻ വേണ്ടി പറ്റും. അതൊരു സ്ക്രിപ്റ്റ് ശ്രദ്ധിക്കുകയാണെങ്കിൽ അദ്ദേഹം നല്ല സിനിമകൾ ഇനി ചെയ്യുമെന്നുള്ള കാര്യം മാത്രമേ പറയാൻ വേണ്ടി പറ്റൂ. സോ ആ ഒരു കാര്യങ്ങൾ പക്ഷേ പക്ക ഒരു ബാലയ്യ മാസ് എലമെൻറ്റ് സിനിമയാണ് ഈ ഡാക്കു മഹാരാജ് എന്ന് പറഞ്ഞ ഈ സിനിമ. ഒരു രീതിക്കുള്ള ലാഗോ കാര്യങ്ങളോ ഒന്നുമില്ല. എല്ലാവരും ഗംഭീരമായിരുന്നു. ശ്രദ്ധ ശ്രീനിവാസ്, ആ ഒരു ഫാമിലി, ടക്കൂർ എന്ന് പറഞ്ഞ ഒരു വില്ലന്മാർ, എല്ലാവരും ആ ഫ്ലാഷ് ബാക്ക് സീനും കാര്യങ്ങളെല്ലാം കൊണ്ട് സൂപ്പറായിരുന്നു. ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് നല്ലൊരു സ്റ്റോറിയുള്ള ഒരു ആക്ഷൻ പാക്ക് സിനിമ കണ്ടു എന്നുള്ളൊരു ഇതിലാണ് നിൽക്കുന്ന. ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് ഗംഭീരമായൊരു ബാലയ്യ ആക്ഷൻ സിനിമയാണ് ഈ ഡാക്കു മഹാരാജ്. ഇത്ര എനിക്ക് പറയാൻ വേണ്ടി പറ്റും. ഈ സിനിമ നിങ്ങൾ മസ്റ്റായിട്ട് കണ്ടിരിക്കുക. കണ്ടില്ലെങ്കിൽ ടെലിഗ്രാമിൽ ഇപ്പോൾ ലിങ്കൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. എല്ലാ ഭാഷയിലുണ്ട്. മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി, ആ ഒരു ഭാഷയിലൊക്കെ എല്ലാത്തിലും ഇത് അവൈലബിൾ ആണ്. സോ ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് കാണാൻ വേണ്ടി ശ്രമിക്കുക. മലയാളം കാണുന്നതിനും കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയിട്ട് തോന്നും. അതാണ് ആ ഡബ്ബിംഗ് ഒക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ആ ഒരു കാര്യങ്ങൾ വെച്ച് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഒരു കിടിലൻ ആക്ഷൻ മൂവി കാണുകയാണെങ്കിൽ ബാലയ്യയുടെ പെർഫോമൻസ് ഒക്കെ നമുക്ക് നന്നായിട്ട് കാണാൻ വേണ്ടി പറ്റും. സോ ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് ഇത്ര എനിക്ക് പറയാൻ വേണ്ടിയുള്ളൂ ഈ ഒരു ഡാക്കു മഹാരാജ് എന്ന് പറയുന്ന സിനിമയെ പറ്റി. സോ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇവിടെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ മറ്റ് സിനിമകളൊരു റിവ്യൂ വിഷയമായിട്ട് വരുന്നതായിരിക്കും. സൈനിങ് ഔട്ട്. ബൈ. ഓക്കെ.